ശ്രീ ജോർജ് പൊടിപ്പാറ, നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകളുടെ സഖ്യം എന്ന പുതിയ സ്ലോഗനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്. അദ്ദേഹത്തിന് 10 കൊല്ലം മുമ്പ് നായാടി മുതൽ നമ്പൂതിരി വരെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയാണ്. മുസ്ലിം വിഭാഗത്തെ മാത്രം ഒഴിച്ചു നിർത്തിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലൊരു മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഏകീകരണം എന്നൊരു സ്ട്രാറ്റജിയോ എന്ന ഒരു വർത്തമാനമോ ആണത്. അത് ഫലം കാണാനുള്ള സാധ്യതയുണ്ടോ? അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണോ സജി ചെറിയാനെ പോലെയുള്ള മന്ത്രിമാർ? അഭിലാഷ്, ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിൻ്റെ ഒരു 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 മാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം എത്രത്തോളം പോകും എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ആ വർത്തമാനം അതിനാൽ തന്നെ വളരെ അപകടകരവും അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതുമാണ്. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തന്നെ ഒരു ഇസ്ലാമോഫോബിയ വളർത്തിയെടുക്കാൻ ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ക്രിസ്ത്യാനികളടക്കമുള്ള ഹിന്ദു വിഭാഗങ്ങളെയും ക്രൈസ്തവ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പരിശ്രമങ്ങൾ നടക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല, കുറച്ച് കാലമായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ, നർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ സഭാധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് വരെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊന്നും അത്രമേൽ ക്ലച്ച് പിടിച്ചില്ല. അതിനിടയ്ക്ക് ഒരു വിഭാഗം ക്രിസ്ത്യാനികളിൽ ക്രിസംഗികളുണ്ടാവുന്നത് നമ്മൾ കണ്ടു. അതും ഈ പറഞ്ഞ അളവിലേക്കും തൂക്കത്തിലേക്കും വ്യാപ്തിയിലേക്കും വളർന്നില്ല എന്നുള്ളൊരു മറ്റൊരു വസ്തുത. ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ നമ്പൂതിരി മുതൽ നസ്രാണി വരെയുള്ള അല്ലെങ്കിൽ നായാടി മുതൽ നസ്രാണി വരെയുള്ള ആ പ്രയോഗമൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് കൊണ്ട് അത് എത്രത്തോളം പ്രായോഗികമാവുന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് വലിയ സംശയമുണ്ട്. അദ്ദേഹത്തിന് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കാനൊന്നും ഒരു സമുദായവും തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം. കാരണം എപ്പോഴും സംശയത്തിൻ്റെ നിഴലിലുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഇപ്പോൾ അദ്ദേഹം ഇത് പറയാനുള്ള കാരണം എന്താ? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ആരോടൊപ്പം നിൽക്കുന്നത്? താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഹെലികോപ്റ്റർ എടുത്ത് BJPക്ക് വേണ്ടി പ്രചരണം നടത്താൻ പോയി. പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായിട്ടും ശ്രീ പിണറായി വിജയൻ്റെ 3ാം ഊഴത്തെക്കുറിച്ചും BJPയുടെ വിജയത്തെക്കുറിച്ചുമൊക്കെ ആണോ? പിണറായി വിജയൻ്റെ വിജയത്തെക്കുറിച്ചല്ലേ പറയുന്നത്? BJPയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ആർക്കൊപ്പം നിൽക്കുന്ന തുഷാർ വെള്ളപ്പള്ളി, BDJS എന്ന് പറയുന്ന പാർട്ടി ഇത്രത്തോളം ഈ പറയുന്ന 2 വള്ളത്തിൽ കാല് വെച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും ഒക്കെ കൃത്യമായി 2 സർക്കാരിൽ നിന്ന് നേടിയെടുക്കുന്ന ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ ട്രപ്പീസ് കളിക്കുന്ന ഏതെങ്കിലും ഒരാളെ കേരളത്തിൽ ഭൂമി മലയാളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ സാമുദായിക ഐക്യത്തെക്കുറിച്ച്, ഹിന്ദു ഐക്യത്തെക്കുറിച്ചൊക്കെ വലിയ ഗീർവാണടിച്ചാൽ ആരാ വിശ്വസിക്കുക? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താ? ഈ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും ഇത്തരത്തിൽ UDFൻ്റെ നേതാക്കൾക്കെതിരെ അന്ന് VM സുധീരനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, പിന്നീട് ഈ പറഞ്ഞ VD സതീശനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, KC വേണുഗോപാലിനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും UDF നേതാക്കളെ നമുക്കറിയാമോ? അല്ലെ കോൺഗ്രസ് നേതാക്കളെ? അദ്ദേഹം തോൽപ്പിക്കുമെന്ന് പറഞ്ഞ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തോറ്റ ചരിത്രമുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താ? ഇവിടെ വെള്ളാപ്പള്ളി നടേശനും വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമില്ല. അദ്ദേഹം ആദ്യം മുതലേ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇങ്ങനെയൊക്കെ തന്നെ കൺഫ്യൂഷനായിരുന്നു. അദ്ദേഹം പച്ചവർഗീയത എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് പറയാതെ ജീവിക്കാനും വയ്യാത്തൊരു സ്ഥിതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ആ രീതിയിലുള്ള വർത്തമാനമേ വരുള്ളൂ. എപ്പോഴും ജാതീയതയും വർഗീയതയും മാളിക്കുത്തിച്ച് ഏതോ സിനിമയിൽ കണ്ടതുപോലെ ഇവിടെയൊന്നും കിട്ടിയില്ലേ എന്ന് നിരന്തരം നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ. സത്യത്തിൽ അപേക്ഷിക്കാതെ സ്വാശ്രയ കോളേജ് കിട്ടില്ലെന്നും അപേക്ഷ സമർപ്പിക്കാതെ എയ്ഡഡ് കോളേജിന് അനുമതി കിട്ടില്ല എന്നൊക്കെയുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഈ സാധനം ഒന്നും ചെയ്യാതെയാണ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെയൊന്നും കിട്ടിയില്ലെന്ന്. അതങ്ങനെ മാറിപ്പോട്ടെ. പക്ഷെ സുകുമാരൻ നായർ ഇത്രയും കാലം UDFൻ്റെ ഒപ്പം നിന്നേ സമദൂരം എന്ന് പറഞ്ഞെങ്കിലും അതിലൊരു ശരി ദൂരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു നമുക്കറിയാം. വോട്ട് ചെയ്തതിന് ശേഷം ഇറങ്ങി വന്ന് പറഞ്ഞ എന്താണ്? പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തൊട്ട് മുമ്പ് ഈ സുകുമാരൻ നായർ ഇങ്ങനെ മലക്കം മറിയാൻ എന്തെങ്കിലും ഒരു കൃത്യമായ റീസൺ ഉണ്ടോ? കാരണമുണ്ടോ? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ LDFിൽ നിന്ന് കിട്ടുകയോ ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും തീവ്രമായൊരു പ്രകോപനം UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ചെയ്യാതിരിക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു മലക്കം മറിഞ്ഞ് അല്ലെങ്കിൽ ഒരു സമ്മർ സോൾട്ട് അടിച്ചത് എന്തുകൊണ്ടാകാം? ആ കാരണം അദ്ദേഹത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഊഹാപോഹങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനതൊന്നും ഏറ്റുപിടിക്കുന്നില്ല. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ, കൃത്യമായി ഒരു കാരണമില്ലാതെയാണ് ഈ സുകുമാരൻ നായർ നിലപാട് മാറ്റിയത്. നമുക്കറിയാം, ശബരിമല പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രക്ഷോഭ നായകൻ എന്ന് പറയുന്നത് സുകുമാരൻ നായരായിരുന്നു.
നാമജപ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് ബാക്കിയുള്ളവരൊക്കെ അത് ഏറ്റെടുത്തത്. പക്ഷെ അങ്ങനെയുള്ള അദ്ദേഹം ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ പോലും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ പഴയ തീവ്രതയൊന്നുമില്ല. അദ്ദേഹം ഇടതുമുന്നണിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എവിടെയോ സംതിങ് റോങ് സംവെയർ, ഇവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോസ്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-നെതിരായിരുന്നു അല്ലേ? കൃത്യമായിട്ടും UDF-നെതിരായി നിന്നവരാണ് ഈ രണ്ട് സമുദായ നേതാക്കളും. അവർ രണ്ടുപേരും അതിശക്തമായിട്ട് UDF-നെതിരായിട്ട് നിന്നിട്ടും LDF-ന് ക്ലീൻ ചിറ്റ് കൊടുത്ത് അവരെ പൂർണ്ണമായി പിന്തുണച്ചിട്ടും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിശ്വസിക്കാനാവാത്ത, അവരെ അമ്പരപ്പിക്കുന്ന ഒരു വിജയം UDF-ന് കിട്ടി. അതും അവരുടെ സ്വന്തം തട്ടകങ്ങളിൽ, പെരുന്നയും ചങ്ങനാശ്ശേരിയും അടക്കം. അതുപോലെ ആലപ്പുഴയിലും ഇദ്ദേഹത്തിന് വിശ്വസിക്കാനാവാത്ത ഫലം കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരും അന്തിച്ചു പോയി, അമ്പരന്ന് പോയി. അവരവരുടെ അസ്തിത്വ അപകടത്തിലാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവർ പറഞ്ഞാൽ സമുദായ അംഗങ്ങൾ കേൾക്കുമോ എന്നൊരു ശങ്ക തന്നെ അവർക്കുണ്ടാവുന്നു. അപ്പോൾ പ്രസക്തി തിരിച്ചു പിടിക്കാനുള്ളൊരു പരിശ്രമം തന്നെ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം, അതിന് വീണ്ടും ഒരിക്കൽ കൂടി ഒന്നിച്ചു പോകാനുള്ള സ്വന്തം അസ്തിത്വ അപകടത്തിലാവുമ്പോൾ നിലനിൽപ്പ് സുരക്ഷിതമാക്കാനുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം SNDP-യുടെ NSS-ന്റെയും ജനറൽ സെക്രട്ടറിമാർ നടത്തുന്നതാണെങ്കിൽ അത് $1 ക്വസ്റ്റ്യൻ. യെസ്, അതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. സമുദായ നേതാക്കളോ സഭാപിതാക്കന്മാരോ ഒക്കെ നിലപാടെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ആകാൻ സാധ്യത കുറവാണ്.